ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ് പാവ് ഭാജി. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെൽ ഐക്കണും കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഒരു വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവില്ല. നോമ്പിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മടുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉള്ള വിഭവങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കും സന്തോഷമാണ്. വളരെ സിമ്പിളാണ് റെഡിയാക്കാൻ, വളരെ ടേസ്റ്റിയാണ് കഴിക്കാൻ. എന്തായാലും വളരെയധികം ചേഞ്ച് വരുത്തുന്നൊരു ഡിഷ് തന്നെയാണത്. നമ്മൾ സാധാരണ കഴിക്കുന്നതിലും നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷാണ്. പിന്നെ ഞാൻ ഇത് ഇഫ്താറിനല്ല കേട്ടോ കഴിക്കുന്നത്. ഇഫ്താർ കഴിഞ്ഞിട്ട് മെയിൻ കോഴ്സ് നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഞാൻ ചിക്കന് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ പാവ് ഭാജിയാണിത്. നല്ല ടേസ്റ്റാണ്, പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവം കൂടി ആകും ഇത്. അപ്പോൾ ഇനി നമുക്ക് ഈ പാവ് ഭാജി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വല്ലാണ്ട് കനം കുറച്ചിട്ടല്ല കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. 2 ഉരുളക്കിഴങ്ങിലേക്ക് 2 തക്കാളിയാണ് എടുക്കുന്നത്. നല്ല റെഡ് കളറുള്ള തക്കാളീനെ എടുക്കുക, എന്നാലേ നല്ലൊരു കളറ് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാനൊരു 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ലതാണ് വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ വേവിക്കുന്നത്. ഉരുളക്കിഴങ്ങിലെ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ പോകാൻ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ വേവിച്ചെടുക്കുന്ന കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഇതാണ് നല്ലത്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് വേറൊരു പാനിൽ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ അവിടെ പാന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സോൾട്ടഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അൺസോൾട്ടഡ് ആകുമ്പോൾ നമുക്ക് ഉപ്പ് ഒരുപാട് കൂടാനൊന്നും ചാൻസ് വരില്ല. പിന്നെ ഞാനിവിടെ ബട്ടർ മെൽറ്റ് ചെയ്യാൻ വെച്ചത് വളരെ കുറഞ്ഞ ഫ്ലെയിമിലാണ്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ചെറിയ സവോളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കനം കുറച്ചിട്ട് അരിയണം. അത് നമുക്ക് ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലൊരു സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഈ പച്ചക്കറികളിലേക്ക് ഞാൻ ഗ്രീൻ പീസ് ചേർത്തിട്ടില്ല. തക്കാളിയും പൊട്ടാറ്റോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം കേട്ടോ. ഞങ്ങൾ ഇവിടെ ഗ്രീൻ പീസ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പ്രഷർ കുക്ക് ചെയ്യേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. പിന്നെ ഇത് ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്ത് എടുക്കൊന്നും വേണ്ട. ഇതുപോലെ തവി കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുത്താൽ തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ ഇതിലേക്കൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ആവണ്ട. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുമുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് മസാലപ്പൊടികൾ ചേർക്കുന്നത് നോക്കാം. ഞാൻ ഇവിടെ 2 ടീസ്പൂണ് നിറയെ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല ഉണക്കിയതാണ്, അത് എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ ചെറിയ ജീരകം അത് 1 ടീസ്പൂണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സവോള വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഈ ചെറിയ ജീരകമാണ്. അതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഒരു 2-3 ടീസ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്തെടുക്കുക.
അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഈ പാനിൻ്റെ നടുവിലായിട്ട് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് ഞാൻ ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പം നമുക്ക് ഈ ബജിയുടെ കളറ് നല്ലൊരു കളറായിരിക്കും. അതായത് ഈ ഗ്രേവിക്ക് നല്ലൊരു കളറ് കിട്ടും ഇങ്ങനെ ചെയ്തെടുക്കുമ്പം. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മുളക് പൊടി നമ്മൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റെഡ് കളറായിരിക്കും കിട്ടുന്നത്. പിന്നെ നമ്മൾ ഈ മുളക് പൊടി ഇങ്ങനെ ഈ പൊടികളെല്ലാം നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പം ഒരു വല്ലാത്തൊരു ചുമയുടെ ഫീലിംഗ് ഒക്കെ വരില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, നല്ലൊരു കളറ് കിട്ടും. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താലും മതി, നല്ല കളറായിരിക്കും കറിക്ക്. അപ്പോൾ ഈ മസാലയുടെ കളറ് മാറുന്നത് വരെ, നല്ലൊരു റെഡ് കളർ ആവുന്നത് വരെ ഇതുപോലെ ചെറിയ ഫ്ലെയിമിലാക്കിയ ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ എണ്ണ ഒഴിക്കാതെ നേരിട്ട് ഇതിലേക്ക് ഈ സവോളയിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയും കളറ് കിട്ടണമെന്നില്ല. ഇപ്പോൾ കണ്ടോ നല്ല റെഡ് കളർ വന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കസൂരി മേത്തി നമ്മൾ ഇതുപോലത്തെ ഡിഷുകൾക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ പിസ്സയിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ, പിസ്സ പാസ്ത അതിലേക്കൊക്കെ ഒറിഗാനോ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് അല്ല, അതുപോലെ തന്നെയാണ് ഇതുപോലത്തെ ഡിഷുകൾക്കൊക്കെ നമ്മൾ കസൂരി മേത്തി ചേർക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടി ഉടച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സംഭവം. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബജി റെഡി ആയിട്ടുണ്ട്. ഇനി പാവ് റെഡിയാക്കാനേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം. അപ്പോൾ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്ത ശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ പാവ് ഭാജിയുടെ കൂടെയുള്ള ആ ബജി നമുക്ക് കിട്ടുന്നത് ചെറിയൊരു തിക്കായിട്ടുള്ള ഒരു കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുപോലെ ആ ഒരു പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളതൊന്ന് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും നമുക്കത്. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അതവിടെ മാറ്റി വയ്ക്കാം. അത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ റെഡി ആയിക്കോട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു സ്പെഷ്യൽ പാവ് ഭാജിയാണ്. അപ്പോൾ ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചിക്കന് ആവശ്യമില്ല എന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്കുള്ള കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ നീളത്തിൽ കുഞ്ഞു കനം കുറച്ചിട്ടുള്ള പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയൊരു മാരിനേഷനെ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അതായത് ഒരു 1-2 ടീസ്പൂൺ സോയ സോസും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി പൊടിച്ചതും, അതായത് ഗാർലിക് പൗഡറുമാണ് ചേർക്കുന്നത്. ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ സോയ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാകും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ഞാനവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാനിലേക്ക് എണ്ണ ചൂടായതിലേക്ക് നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഒരുപാട് നേരം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് വളരെ കുഞ്ഞു പീസാക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 5 മിനിറ്റൊക്കെ ധാരാളമാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബജിയും അവിടെ റെഡിയായി കിട്ടും. ഞാനിത് രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഇതുപോലത്തെ വിഭവങ്ങളുടെ കൂടെ ഈ ചിക്കനും കൂടി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ടേസ്റ്റ് തന്നെയാണത്. ഈ പാവ് ബജി തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ചിക്കനും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ പറയും വേണ്ട, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ബജിക്ക് ഈ ഒരു തിക്നെസ് മതി. ഇത് കുറച്ചുകൂടെ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ട് വരും, കറക്റ്റ് പാകമായിരിക്കും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ലാസ്റ്റായിട്ട്. അപ്പോൾ അത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പാത്രത്തിൽ വെക്കുവാണ്. നമ്മളത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാവിൻ്റെ അകത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം.
ഇനി ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഈ പാവ് ഭാജി എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. സാധാരണ പാവ് വേറെ ബജി വേറെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ തട്ടുകടയിലൊക്കെ ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ മെൽട്ടാക്കിയിട്ട് ഈ പാവ്, അതായത് നമ്മുടെ ബണ്ണ് ഒന്ന് ചൂടാക്കിയെടുക്കും. രണ്ട് വശം ഒന്ന് ഈ ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. എന്നിട്ട് ഇതുപോലെ ആ പാനിൻ്റെ തന്നെ സൈഡിൽ മാറ്റി വയ്ക്കുക. എന്നിട്ട് വീണ്ടും കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ബജി റെഡിയാക്കിയത് ഒരു 2-3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിലൊക്കെ കൂടുതലായിട്ടും ബട്ടർ ചേർക്കാറുണ്ട്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇനി അതിലേക്ക് ഞാൻ കൊത്തി അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടീസ്പൂൺ മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇത് നന്നായിട്ട് തിക്കാക്കിയിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കാം വേണമെങ്കിൽ, പക്ഷെ ഞാൻ അധികം ഡ്രൈ ആക്കുന്നില്ല. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ പാവിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് സ്പെഷ്യലായിട്ടുള്ള പാവ് ഭാജിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് കൂടി ഇതിനകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ബാക്കിയുള്ളതും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തട്ടുകടയിലൊക്കെ ഇത് സെർവ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പാവ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബജിയും ചൂടാക്കിയെടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതിന് കൂടെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി വെച്ചിട്ട് സെർവ് ചെയ്തെടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ എപ്പോഴും നിങ്ങൾ ഈ പാവ് ഭാജി എപ്പോഴും നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യാൻ നേരത്തെ മാത്രം, അല്ലെങ്കിൽ കഴിക്കാൻ നേരത്തെ മാത്രം പാവും ഒന്ന് ചൂടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഭാജിയും ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് രണ്ടും കൂടി വേണമെങ്കിൽ ഒരുമിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ചൂട് ആറിയിട്ടുണ്ടെങ്കിൽ ഇത് വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഭാജിയിലേക്ക്. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പാവ് ഭാജിയുടെ റെസിപ്പി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയത്. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇതുവരെ പാവ് ഭാജി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി കണ്ടിട്ട് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു അടിപൊളി സ്ട്രീറ്റ് ഫുഡാണ്. ഒരിക്കലെങ്കിലും നമ്മൾ ഈ പാവ് ഭാജി ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. ഒരു തവണ നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നമ്മളത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്നുള്ളത് ഷുവറാണ്. വളരെ ഈസിയാണ് റെഡിയാക്കാൻ, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും അത് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ ഈ പാവ് ഭാജി റെസിപ്പിയിൽ ഞാൻ ചിക്കൻ ചേർത്തത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം. ബാക്കി എല്ലാതും ഈ പാവ് ഭാജി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ചേർത്തെന്ന് വിചാരിച്ചിട്ട് ഈ റെസിപ്പി നമ്മൾ സ്പെഷ്യൽ റെസിപ്പിയാണെന്നൊന്നും വിചാരിക്കേണ്ട. ചിക്കൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്പെഷ്യലായിട്ടുള്ളത്. ബാക്കി എല്ലാതും പാവ് ഭാജി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാവ് ഭാജിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.